ഹായ് ഓൾ, റീനീറ്റ് എക്സ്റേ ഫിസിക്സ് ചാപ്റ്റർ വൈസ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റീനീറ്റിന് നമ്മുടെ തെർമോഡൈനാമിക്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ വർഷം 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ റീനീറ്റിന് തെർമോഡൈനാമിക്സിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു അഡയബാറ്റിക് എക്സ്പാൻഷൻ, അതിലെ ദ ടെമ്പറേച്ചർ ഓഫ് 1 mole ഓഫ് ആൻ ഐഡിയൽ മോണോ അറ്റോമിക് ഗ്യാസ് decreases from 60 Kelvin to 50 Kelvin. The work done by the gas in the process. അപ്പോൾ ഇവിടെ നമ്മുടെ ഗാമ 5/3 നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വർക്ക് ഡൺ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഒരു അഡയബാറ്റിക് പ്രോസസ്സ്, ആ അഡയബാറ്റിക് പ്രോസസ്സിലെ അഡയബാറ്റിക് എക്സ്പാൻഷനിലെ വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ, അത് വർക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു NR T1 minus T2 ഡിവൈഡഡ് ബൈ ഗാമ -1 എന്നാണ്. അപ്പോൾ എല്ലാ ഡേറ്റകളും തന്നെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ അഡയബാറ്റിക് എക്സ്പാൻഷനിലെ ഈ ഇക്വേഷനിലേക്ക് നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മോണോ അറ്റോമിക് മോളിക്യൂളാണ്, അത് 1 മോളാണ്, നമ്പർ ഓഫ് മോള് 1 ആണ്. നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഗ്യാസ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് 8.3 ആണ്. ദെൻ T1 മൈനസ് T2 എന്ന് തന്നിരിക്കുന്നത് 60 മൈനസ് 50 കെൽവിൻ എന്ന് കൊടുക്കുവാനായിട്ട് സാധിക്കും. ഗാമ -1, ഗാമ 5/3 ആണ്, -1 നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 60 മൈനസ് 50 10 കിട്ടും. 8.3 ഇൻറ്റു 10 83 നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ 83 അതോടൊപ്പം തന്നെ നമ്മുടെ 5/3 -1 നമുക്ക് ചെയ്യുമ്പോൾ 2/3 എന്നാണ് കിട്ടുക. അപ്പോൾ ടോട്ടൽ 83 ഡിവൈഡഡ് ബൈ 2/3 എന്ന് നമുക്ക് എഴുതുവാനായിട്ട് സാധിക്കാം. 3നെ ഏറ്റവും മുകളിലേക്ക് കൊണ്ടുപോയി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുവാനായിട്ട് സാധിക്കും. ദെൻ ഫൈനൽ ആൻസർ നമുക്ക് പിക്ക് ചെയ്യാം. അത് ഓപ്ഷൻ 4 ആണ്, 124.5 ആണ് എന്ന് ഓർക്കുക. അപ്പോൾ വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഇതാണ്: 1 mole ഓഫ് ആൻ ഐഡിയൽ മോണോ അറ്റോമിക് ഗ്യാസ് അണ്ടർഗോസ് എ സൈക്ലിക് പ്രോസസ്. ടോട്ടൽ ഹീറ്റ് സപ്ലൈഡ് ടു ദി ഗ്യാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു സൈക്ലിക് പ്രോസസ്സിൻ്റെ കാര്യമാണ്. തെർമോഡൈനാമിക് പ്രോസസ്സിൻ്റെ നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഒക്കെ നമുക്ക് ഫെമിലിയർ ആണ്. ഫസ്റ്റ് ലോയുടെ ഇക്വേഷൻ Q ഈസ് ഈക്വൽ ടു ΔU പ്ലസ് വർക്ക് ഡൺ ആണ്, ആ നെറ്റ് വർക്ക് ഡൺ ആണ്. ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി നമുക്ക് 0 കൊടുക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആ കൊടുക്കുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് തന്നെയാണ് ആ വർക്ക് ഡൺ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇനി നമ്മുടെ ഗ്രാഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്രഷറും വോളിയമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു PV ഗ്രാഫാണ്. അപ്പോൾ ആ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് കിട്ടും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഏരിയ ഓഫ് ABCD, അതാണ് നമുക്ക് ആ ഷേപ്പ് തന്നിരിക്കുന്നത്. ആ ABCDയുടെ ഏരിയ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഒരു റെക്റ്റാങ്കുലർ ഷേപ്പാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് DC നമുക്ക് എടുക്കുവാൻ അത് 5 - 2 എന്നെടുക്കാം. ഒപ്പം തന്നെ ബ്രെഡ്ത്ത് ഓർ ഹൈറ്റ് എന്ന് പറയുന്നത് 300 - 100 ആണ്. അപ്പോൾ 5 - 2 നമുക്കവിടെ 3 കിട്ടി. 300 - 100 എന്ന് പറയുന്നത് നമുക്കവിടെ 200 എന്ന് കിട്ടി. ദെൻ ഫൈനൽ ആൻസർ 600 ജൂൾ എന്നാണ്. അങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഈ ഒരു തെർമോഡൈനാമിക്സിൻ്റെ സെക്ഷനിൽ നിന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, ബൈ.